ഡിഗ്രി ലെവൽ PSC പരീക്ഷകൾ ഇപ്പോൾ അതിന്റെ ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും ടോപ്പിക്സ് ഗസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ബിക്കോസ് PSC വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ LSGS മെയിൻസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ, ഒരാളെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ എത്തിക്കാൻ വേണ്ടുന്ന ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, പ്രൂവ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേസ് ചെയ്യുന്ന പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസിന് റാങ്ക് മേക്കിംഗ് ആവാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസ് വെച്ച് അങ്ങ് പഠിക്കും, ടോപ്പിക്സ് വെച്ച് വേണം പഠിക്കാൻ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ LSGS മെയിൻസ് പരീക്ഷയിൽ കേരള പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ കില ഇതൊന്നും എവിടെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഞങ്ങളത് ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. അവിടുന്ന് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിലബസ് എന്നതിലുപരി ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണ്. അതിന്റെ ബേസിസിലുള്ള ടോപ്പിക്സ് നമ്മൾ സ്വയം കണ്ടെത്തി അത് പ്രിപ്പയർ ചെയ്യണം. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ പലപ്പോഴും വരിക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്സ് ഒരുപക്ഷെ സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യത്തില്ലായിരിക്കാം. എന്തായാലും ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. അത് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇത് സിലബസിൽ എവിടെയും പറയുന്നില്ല LSGS മീൻസിന്റെ. പക്ഷേ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന സിലബസിനകത്തെ ഭാഗത്തിന്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സ് ആണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിലബസിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. റാങ്ക് അടിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്സ്. ഇത് വെച്ച് അങ്ങോട്ട് പഠിക്കുക. ഇതിന്റെ ഈ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പ്ലേസ് ചെയ്തേക്കാം. ആ ലിങ്ക് ഉപയോഗിച്ച് ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഡെയിലി അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റും മൈക്രോ ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ്, ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ കോമൺ ടോപ്പിക്സിന് അത് ഈ പരീക്ഷയിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഓവർലാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. കോമൺ സിലബസ് അല്ല, അവിടെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ആ നിലവാരത്തിൽ നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ കേരള PSCയുടെ പല പരീക്ഷകളുടെ സിലബസ്, അതുപോലെ തന്നെ തത്തുല്യമായിട്ടുള്ള പരീക്ഷകൾ മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്, അവരുടെ സിലബസ് അനലൈസ് ചെയ്തിട്ടുണ്ട്. KASന്റെയും LSGSന്റെയും സിലബസും വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കമ്പൈൻഡ് പബ്ലിക് സർവീസ് എക്സാം, കമ്പൈൻഡ് സിവിൽ സർവീസ് എക്സാം എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട് PSCക്കും പരീക്ഷയുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വെളിച്ചത്തിലാണ് പണ്ടും ഞങ്ങൾ പ്രഡിക്ഷൻസ് നടത്തിയിട്ടുള്ളത്. അത് അതുപോലെ വന്നു. ഈ വീഡിയോ ചെയ്തതും ആ ഒരു റിസർച്ചിന്റെ ബേസിസിലായിരിക്കും. നമുക്ക് നേരെ ഇനി നിങ്ങളെ റാങ്ക് മേക്കിങ്ങിനെ സഹായിക്കുന്ന ടോപ്പിക്സിലേക്ക് പോവാം. കറണ്ട് അഫയേഴ്സ് കൂടുതൽ വരാനും സാധ്യത, അതായത് റാങ്ക് മേക്കിംഗ് കറണ്ട് അഫയേഴ്സ് വരാനുള്ള സാധ്യത ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ഏരിയാസ് എന്നായിരിക്കും. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്കിവിടെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരാം. കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു ജോലിയിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിനകത്ത് തന്നെയുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നീട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഡിപ്പാർട്ട്മെന്റ്, PSC സ്റ്റേറ്റ് ഓഡിറ്റ് മെക്കാനിസത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്സ്, വിജിലൻസ് കമ്മീഷൻ, ഇങ്ങോട്ടേക്കൊക്കെയാണ്. അപ്പൊ ഇവയെ സംബന്ധിച്ചുള്ള ബേസിക് ഗ്രാഹ്യം നമുക്ക് വേണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ കൂടെ തന്നെ ഇപ്പം തമിഴ്നാട് PSCയുടെ ഒക്കെ ഇത്തരം പരീക്ഷകളിൽ വരുന്ന ടോപ്പിക്കാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പഠിക്കില്ലേ, അമർത്യ സെന്നിന്റെ, അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഡെക്സസ്, ഇപ്പൊ നീതി ആയോഗ് വരെ പലതരത്തിലുള്ള ഇൻഡെക്സസ് പുറത്തിറക്കുന്നുണ്ട്. ആ ഇൻഡെക്സസ്, സൂചികകൾ പഠിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ഡിഫറെന്റ് ഏരിയാസ്, ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ, ലിറ്ററസി, ഇവിടെയൊക്കെ ഉള്ള കേരളത്തിന്റെ അച്ചീവ്മെന്റ്സ്. ഇത് പല സംസ്ഥാനങ്ങളുടെ സിലബസിലും ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. കേരള PSC ഇപ്പോഴാണ് മാറി തുടങ്ങുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ഒക്കെ പണ്ടേ മാറി. അതേ വഴിയിലാണ് കേരള PSC പോകുന്നത്. അപ്പൊ ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നത് ഒക്കെ ഇത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ബാച്ചിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ടെലിഗ്രാം മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. മെന്റേഴ്സുമായി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം പങ്കുവയ്ക്കാം. കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഫീസ് മാത്രമാണ് കുറവുള്ളത്. കോഴ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആവുന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
ഇവിടെ നമുക്കിനി ഹിസ്റ്ററിയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂളിന്റെ ഇമ്പാക്ട്, അത് സൈക്കോളജിക്കൽ ഇമ്പാക്ട്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, എക്കണോമിക് ഇമ്പാക്ട്, ഇതൊക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സിലബസിൽ ഉണ്ടാവാൻ വളരെയധികം പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല ഒരു ബ്യൂറോക്രാറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണത്. ഇപ്പൊ ഞാൻ സിലബസ് ഇടാറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു ടോപ്പിക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്, പ്ലാനിംഗ് ബോർഡ്, കിഫ്ബി പോലുള്ള ഓർഗനൈസേഷൻസ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ് എന്ന് പറഞ്ഞ സെക്ഷൻ. കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്. കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് എന്താണ്, പോളിസീസ് എന്താണെന്നൊക്കെയാണ് പഠിക്കാം. അതിനുശേഷം നമ്മുടെ പണ്ട് ഇപ്പം പല ആൾക്കാരും പറഞ്ഞ LSGSന്റെ സിലബസ് പുതിയതാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ LSGS സിലബസ് അനാലിസിസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ പണ്ട് തൊട്ടേ PSCയുടെ സിലബസിലുള്ളതാണ്. പണ്ട് തൊട്ടേ PSC ചോദിക്കുന്നതാണ് ആ സിലബസിനകത്തെ പല ഏരിയാസും. പക്ഷെ LSGSനകത്ത് വേറൊരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആയിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. പല കാര്യങ്ങളും നിങ്ങൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതായിരിക്കും കേരള ഗവർണൻസിന്റെ അണ്ടറിലൊക്കെ. അതുകൊണ്ടാണ് കേരള സിവിൽ സർവീസസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കേരള സെക്രട്ടേറിയറ്റ്. കാര്യം നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാനാണല്ലോ തയ്യാറെടുക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ജയിൽ സൂപ്രണ്ടന്റ് പരീക്ഷയിൽ റാങ്ക് ഹോൾഡർ ആയിരുന്നു. അതിന്റെ സിലബസിലുള്ള ഒരു കാര്യമാണ് ജയിലിന്റെ ചരിത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗമാകാൻ പോകുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. കേരള സെക്രട്ടേറിയറ്റിന്റെ ഹിസ്റ്ററി, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ്, ഡിപ്പാർട്ട്മെന്റ്സ് എങ്ങനെയാണ്, ഹൈറാർക്കി എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, അല്ലെ, കമ്മീഷൻസ്. ഈ പറഞ്ഞ പോലെ പല കമ്മീഷൻസിനെ പറ്റി നിങ്ങളോട് പഠിക്കും. അപ്പൊ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാം. അതിന്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ, ARC, ഭരണപരിഷ്കരണ കമ്മീഷൻ എന്നൊക്കെ പറയാം. ഇത് കേന്ദ്രത്തിനുണ്ട്, കേരളത്തിനുണ്ട്. അതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് പഠിക്കുന്നത് എക്സ്ട്രീമിന് നല്ലതാണ്. പിന്നെ കില, നമുക്ക് കഴിഞ്ഞ LSGSനകത്തും ഇത് സിലബസിനകത്ത് ഇല്ലായിരുന്നു, പക്ഷെ ചോദ്യം ഇവിടുന്ന് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ടോപ്പിക്സ് ഒരുപക്ഷെ ഇതേപോലെ സിലബസിനകത്ത് കാണണമെന്നില്ല, പക്ഷെ ചോദ്യങ്ങൾ വരും. നമുക്ക് ചോദ്യമാണല്ലോ ഇമ്പോർട്ടന്റ്. സിലബസ് പലപ്പോഴും ഒരു പുകമറയാണ് സൃഷ്ടിക്കുന്നത്. ചോദ്യങ്ങൾ വരുന്നത് മറ്റൊരു ഏരിയ എന്നായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ മിഷൻസ്, നോളജ് മിഷൻ, ശുചിത്വ മിഷൻ, നവകേരള മിഷൻ, ഇതൊക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും, ഇതിനും ചോദിക്കും. ഇവിടെ പക്ഷെ കുറച്ചും കൂടെ നമുക്ക് നിങ്ങളുടെ ജോലിയുമായി ഒത്തുചേർന്ന് പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റഡ് സർവീസസ് റൂൾസ് ആണ്. ഇവിടെ കേരള സർവീസ് റൂൾസ് നിങ്ങൾ പഠിക്കണം. സെക്ഷനും സബ്സെക്ഷനും അടക്കം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ഒരു ടോപ്പിക് കഴിഞ്ഞ പ്രാവശ്യം SI മെയിൻസിനൊക്കെ വന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിന്നാണ് ഇവിടുന്ന് ചോദ്യം വന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം തോന്നും. 10 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, വെറും 10 പേജുള്ള ഡോക്യുമെന്റ്. ഒരു മലയാളിയാണ് ഡോക്യുമെന്റ് എഴുതിയത്. വളരെ ലളിതമായിട്ടുള്ള ഇംഗ്ലീഷിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയ സെറ്റാണ്. അതൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. അപ്പൊ ഇത്തരത്തിലുള്ള റയർ ഫാക്ടുകളും മെറ്റീരിയൽസും ഡെയിലി മോക്ക് ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതിന്റെ നിയമങ്ങൾ, ഇപ്പൊ സെൻഡായി ഫ്രെയിംവർക്ക് എന്താണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഫ്രെയിംവർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചിട്ട് വെച്ചിരിക്കണം. വാട്ടർഷെഡ് മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ്, ലേബർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റിലെ പല ഡിപ്പാർട്ട്മെന്റ്സ്, കാര്യം നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആവാൻ പോകുന്ന ആൾക്കാരുണ്ട്. സ്പെഷ്യൽ സെക്രട്ടറി വരെ ആവാൻ സാധിക്കും നിങ്ങൾക്ക്. അതിനോടൊപ്പം തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ IAS കൺഫർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്രയും വലിയൊരു പവർഫുൾ പോസ്റ്റിലേക്ക് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ച് ഒരു ഐഡിയ വേണം. ലേബർ കമ്മീഷണറേറ്റ് എന്താണ്, എംപ്ലോയ്മെന്റ് ബോർഡ് എന്താണ്, വെൽഫെയർ ബോർഡുകൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കണം. പിന്നെ ഗവൺമെന്റിന്റെ സ്കീംസ് ഒക്കെ പഠിക്കണം എന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് അറിയാം. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമം എന്താണ്, അതിന്റെ ചരിത്രം എന്താണ്, എന്തുകൊണ്ടാണ് ഭൂപരിഷ്കരണം പല സംസ്ഥാനങ്ങളിലും ഒരു പരാജയമായത്, ഇതൊക്കെ പഠിക്കണം. സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി മിഷൻ, ഇത് പഠിക്കണം. നവകേരള മിഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ കൊമേഴ്ഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് റൂറൽ ആൻഡ് അർബൻ പ്ലാനിംഗ് പ്രോഗ്രാംസ്, ഗ്രാമീണം അല്ലെങ്കിൽ നഗരങ്ങളിലുള്ള പ്ലാനിംഗ് പ്രോഗ്രാംസ്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സീനിയർ സിറ്റിസൺസിനും വേണ്ടുന്ന സ്കീംസ്. പോപ്പുലേഷൻ ലിറ്ററസി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെയൊക്കെ
നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗവർണൻസ്. ഇതിനെപ്പറ്റി വിശാലമായി ഞാൻ താഴെ പറഞ്ഞുതരാം, തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ പണ്ട് തൊട്ടേ കേരള ഗവർണൻസിനകത്തുള്ള ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ മുകളിൽ കൺട്രോൾസ് വരുന്നത്, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞതാണ്. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് റെമഡീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഴ്സ് ഇതൊക്കെ ചോദിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആൻഡ് കൺട്രോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജൂഡിക്കേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നമുക്ക് സിലബസിൽ എന്തായാലും കാണേണ്ട ഒരു പോർഷനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. സപ്പോസ് ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് പഠിച്ചിട്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകാം. ഇനി എനിക്ക് പറയാനുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ LSGSന്റെ മെയിൻസിന്റെ സിലബസിന് ഇവിടെ സ്വാധീനം കാണും. ഉദാഹരണത്തിന് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, ഇതങ്ങനെ PSC ചോദിക്കുന്ന ഒരു ഏരിയ അല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ LSGS മെയിൻസിനകത്ത് ഈ ടോപ്പിക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ടോപ്പിക് ഒക്കെ PSC ചോദിക്കുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ഈ ടോപ്പിക് ഒക്കെ കംപ്ലീറ്റ് ആയി യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബിലെ ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് സിലബസിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ചോദ്യം നമുക്ക് ഏകദേശം ഉറപ്പാണ്, പ്രിലിംസിനും മെയിൻസിനും. അതൊരു ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ബ്രിട്ടീഷ് റൂളിന്റെ ഇന്ത്യയിലെ സ്വഭാവങ്ങൾ. പിന്നെ ജെൻഡർ ബഡ്ജറ്റിംഗ്, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്സ്, പോവർട്ടി എലിവേഷൻ സ്കീം, ജെറിയാറ്റിക് കെയർ. ജെറിയാറ്റിക് കെയർ എന്താ നിങ്ങൾക്ക് അറിയാം, വയസ്സായ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ കെയർ നമ്മൾ നേരെ ഡിസ്കസ് ചെയ്തതാണ്. ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, അതൊക്കെ നമുക്ക് വരും. സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ആയിരിക്കും നമുക്ക് ഇവിടെ പുതിയതായി കേൾക്കുന്ന ഒരു ഏരിയ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതിനെ സംബന്ധിച്ച സ്കീംസ് ഒക്കെ നിങ്ങൾ എപ്പോഴും പഠിക്കുന്നല്ലേ. ഇവിടെ നമുക്ക് ഈ ഗവർണൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ പറയുന്നത്, ഈ ഗവർണൻസിനകത്ത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം ഒക്കെ ഇനി സിലബസിനകത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു മണിക്കൂർ വായിക്കാനുള്ള ടോപ്പിക്സ് പോലും ഇല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം വളരെ ഈസി ആയിട്ട് ഇതൊക്കെ കണ്ട ആൾക്കാർ പേടിച്ച് മാറി നിൽക്കുമ്പോൾ ഇതൊക്കെ ആത്മവിശ്വാസത്തോടെ പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പോവാം. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ LSGS മെയിൻസിനും ഈ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ഇനി ഇത് KSന്റെ സിലബസിനകത്തുനിന്ന് ഇത്രയും ടോപ്പിക്സ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് പെർട്ടേണിംഗ് ടു ഫെഡറൽ സ്ട്രക്ചർ, ഗവർണറും ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള ക്ലാഷ് ന്യൂസിലുണ്ട്. അവിടെ നിന്നുള്ള ചോദ്യം നമുക്ക് സ്ഥിരമായി PSCയിൽ വരുന്നുണ്ട്. ഈ ഒരു ഏരിയ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് തന്നെ വെക്കാം, എന്നാൽ പോലും ഇവിടുന്ന് ചോദ്യം വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് വെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പല പരീക്ഷയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷെ ഈ ഒരു സിലബസിനകത്ത് ഈ ഒരു കീവേഡ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുപോലെ ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫിനാൻസസ് അപ് ടു ലോക്കൽ ഗവൺമെന്റ്, പഞ്ചായത്തുകൾക്ക് വേണ്ടുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള റിസോഴ്സസ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് കൊടുക്കണമല്ലോ, അതിനെ സംബന്ധിച്ചുള്ള ടോപ്പിക്കാണത്. പിന്നെ ഇവിടെ പല വിഭാഗങ്ങളുടെയും അവകാശങ്ങളുടെ ഇഷ്യൂ, അവിടെ സ്ത്രീകൾ വരാം, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, അവരൊക്കെ വരാം. ഇതിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഇന്ത്യൻ ഫോറിൻ പോളിസിയും ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആവർത്തിച്ച് ഞാൻ ഉറപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഏകദേശം സിലബസിലായിട്ട് വരുന്നത്. സിലബസിന് എത്രത്തോളം ഇനി ഇതൊന്നും അല്ല, പുതിയ ടോപ്പിക്സ് ചോദിച്ചോട്ടെ, സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്ത് ചോദിച്ചാൽ പോലും അതിന്റെ വിശാലമായിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. LSGS മെയിൻസ് പരീക്ഷയിൽ നമ്മൾ ചോദ്യങ്ങൾ പ്രിഡിക്ട് ചെയ്ത പോലെ തന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. മാക്സിമം പോയിന്റുകൾ കവർ ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും. ഞങ്ങളുടെ ഡെമോ ബാച്ച് കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും. എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ്ങും സിലബസ് ട്രെയിനിങ്ങും ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സുകളും മെന്റർഷിപ്പ് ഓൺ ഡിമാൻഡും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം, നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. സെൽഫ് സ്റ്റഡി നടത്താൻ വേണ്ടുന്ന സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞു തരും, അതനുസരിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ ഈ ടോപ്പിക്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഏരിയ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാം. കാര്യം ഇതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. LSGS മെയിൻസിന്റെ സമയത്ത് ഞങ്ങൾ സ്റ്റുഡൻസുമായിട്ട് നന്നായിട്ട് കൺസൾട്ടേഷൻ നടത്തിയിരുന്നു. പിന്നെ പല പോയിന്റുകളും ഞങ്ങളെക്കാട്ടി ഒരുപക്ഷെ അറിയാൻ നിങ്ങൾക്കായിരിക്കാം. അപ്പൊ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ, എവിടുന്നൊക്കെ നമുക്ക് നോളജ് കിട്ടുമോ, ഇൻസൈറ്റ്സ് കിട്ടുമോ, അതെല്ലാം വെച്ചായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. താങ്ക് യു. ഓൾ ദി